3.5 ദശാബ്ദങ്ങൾക്ക് മുമ്പ്, അതായത് 1990-ലെ വാലന്റൈൻസ് ദിനത്തിൽ ഭൗമാന്തരീക്ഷത്തിന്റെ അതിരുകൾ ഭേദിച്ച് സൗരയൂഥത്തിന്റെ വ്യാപ്തി അളക്കാനുള്ള യാത്രയ്ക്ക് വേണ്ടി കുതിച്ചു പാഞ്ഞുപോയിക്കൊണ്ടിരിക്കെ വോയേജർ 1 എന്ന ബഹിരാകാശ പേടകം അവസാനമായി അതിന്റെ ജന്മഗ്രഹത്തെ, നമ്മുടെ ഭൂമിയെ ഒരു വട്ടം ഒന്ന് തിരിഞ്ഞു നോക്കി. ഭൂമിയിൽ നിന്ന് 400 കോടി മൈൽ അകലെയായിരുന്നു ആ പേടകം. അപ്പോൾ ആ തിരിഞ്ഞുനോട്ടത്തിനിടയ്ക്ക് വോയേജറിന്റെ ക്യാമറ കണ്ണുകൾ ഒന്ന് ചിമ്മി. സൂര്യനോട് താരതമ്യേന അടുത്തു നിൽക്കുന്ന നിലയിലെടുത്ത ആ ചിത്രത്തിൽ ചിതറിത്തെറിച്ചു പാഞ്ഞു പോകുന്ന സൂര്യരശ്മികളിൽ ഒന്നിൻ്റെ മധ്യത്തിൽ ഇതാ ഇങ്ങനെ ചെറിയൊരു ഇളം നീല പൊട്ടുപോലെ കാണുന്നതാണ് നമ്മുടെ ഭൂമി. ഒരു പിക്സലിന്റെ ഏതാണ്ട് 10ൽ ഒരു അംശം മാത്രം വലിപ്പം. മനുഷ്യരാശിയെ, പ്രപഞ്ചത്തിലെ നമ്മുടെ സ്ഥാനത്തെ, നിസ്സാരതയെ ഒക്കെ അടയാളപ്പെടുത്തിയ ആ ചിത്രം പകർത്തുവാൻ വർഷങ്ങളായി നാസയുടെ മുതിർന്ന അധികാരികളോട് ആവശ്യപ്പെട്ടും അഭ്യർത്ഥിച്ചും ഒടുവിൽ വിയോജിപ്പുകളോടെ അവരെ കൊണ്ട് തന്നെ വോയേജർ പേടകത്തിന്റെ ക്യാമറകൾ ഉപയോഗിച്ച് സൗരയൂഥത്തിന്റെ അതിരുകളിൽ നിന്ന് ഭൂമിയുടെ ചിത്രമെടുപ്പിച്ച ഒരു ജ്യോതിശാസ്ത്രകാരനുണ്ടായിരുന്നു, കാൾ എഡ്വേർഡ് സേഗൻ. ദ പെയിൽ ബ്ലൂ ഡോട്ട് അഥവാ ഒരു ഇളനീല പൊട്ട് എന്ന പേരിൽ വിഖ്യാതമായ ചിത്രത്തെ നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ആ കുഞ്ഞു പൊട്ടിലേക്ക് ഒരിക്കൽ കൂടി ഒന്ന് സൂക്ഷിച്ചു നോക്കൂ. ആ കാണുന്നതാണ് നമ്മുടെ ഭൂമി. അവിടെയാണ് നമ്മളൊക്കെ സ്നേഹിക്കുന്ന, നമുക്കൊക്കെ അറിയാവുന്ന, അല്ലെങ്കിൽ നമ്മളൊക്കെ ഇതുവരെ കേട്ടിട്ടുള്ള ഈ ലോകത്തിന്റെ പല കോണുകളിലായി ഏതെങ്കിലുമൊക്കെ കാലത്ത് ഉയിരോടെ ഉണ്ടായിരുന്ന മനുഷ്യരൊക്കെയും ജീവിച്ചു മരിച്ചു പോയിട്ടുള്ളത് അതിനുള്ളിലാണ്. നമ്മൾ ഉള്ളിലേറ്റിയ പരശതം നോവുകളും ആനന്ദങ്ങളും, ഊറ്റം കൊണ്ട് നടന്ന പലജാതി മതങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും സാമ്പത്തിക സിദ്ധാന്തങ്ങളും, അനേകായിരം വേട്ടക്കാരും പര്യവേക്ഷകരും, ധീരയോദ്ധാക്കളും ഭീരുക്കളും, സംസ്കാരങ്ങൾ സൃഷ്ടിച്ചവരും മണ്ണോട് ചേർത്തവരും, ചക്രവർത്തിമാരും കൃഷിവലരും, പ്രേമിച്ചു മരിച്ച ലക്ഷോപലക്ഷം കാമുകന്മാരും, എല്ലാ അച്ഛനമ്മമാരും, കണ്ണിൽ പ്രതീക്ഷകളേന്തി പിച്ചവെച്ച അവരുടെ കുഞ്ഞുങ്ങളും, ശാസ്ത്രജ്ഞരും യാത്രികരും, സദാചാരത്തിന്റെ പതാകവാഹകരും, അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഭരണാധികാരികളും, സൂപ്പർ താരങ്ങളും സുപ്രീം ലീഡർമാരും, മാനവരാശിയുടെ ചരിത്രത്തിൽ ഇന്നോളം അവതരിച്ചിട്ടുള്ള പുണ്യാളരും പാപികളും എല്ലാം ജീവിച്ചു മരിച്ചു പോയിട്ടുള്ളത് ആ ഒരൊറ്റ പൊട്ടിന്മേലാണ്. സൂര്യരശ്മിക്ക് മേൽ പൊടി പോലെ തൂങ്ങിക്കിടക്കുന്ന ആ ഇളം നീലപ്പൊട്ടിൽ. വിശാലമായി ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഭൂമി ആ പൊട്ടിനോളം സൂക്ഷ്മമായ ഒരു പൊടി മാത്രമാണ്. ഈ ഒരു പൊടിത്തുണ്ടിനുള്ളിലെ തങ്ങളുടെ താൽക്കാലിക സാമ്രാജ്യങ്ങൾ സംരക്ഷിച്ചു നിർത്താൻ വേണ്ടി എത്രയെത്ര ചക്രവർത്തിമാരും രാജാക്കന്മാരും പടത്തലവന്മാരുമാണ് അനേക ലക്ഷം നിരപരാധികളുടെ ചോര ചൊരിഞ്ഞിട്ടുള്ളത്. ആ ഇത്തിരിയില്ലാത്ത പൊട്ടിന്റെ ഒരു മൂലയ്ക്കൽ എങ്ങോ കഴിയുന്ന ഒരു കൂട്ടർ അതിന്റെ മറ്റേതോ കോണിൽ അധിവസിക്കുന്ന ഏതൊക്കെയോ അപരിചിതരോട് എന്തിനെന്നില്ലാതെ കാണിച്ചു കൂട്ടിയിട്ടുള്ള ചോര മരവിപ്പിക്കുന്ന ക്രൂരതകൾ ഒന്ന് ഓർത്തു നോക്കൂ. അവർക്കിടയിൽ എന്തെന്തൊക്കെ തെറ്റിദ്ധാരണകളാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാണനെടുക്കാനുള്ള ആക്രാന്തങ്ങളാണ്, അവർ പരസ്പരം കാത്തു സൂക്ഷിക്കുന്ന വെറുപ്പ്, അവജ്ഞ, പരിഹാസം, അങ്ങനെ എന്തൊക്കെയാണ്. മനുഷ്യരെ കൊണ്ട് ഇതൊക്കെയും ചെയ്യിക്കുന്നത് അവന്റെ അഹങ്കാരം അല്ലെങ്കിൽ ആത്മവിശ്വാസം ഒക്കെയാണ്. ഈ പ്രപഞ്ചത്തിന്റെ തന്നെ സുപ്രധാനമായ ഒരു ഭാഗമാണ് താൻ എന്ന ഭാവം. നമ്മുടെ വിശാല പ്രപഞ്ചത്തിലെ വെറുമൊരു ധൂളി മാത്രമായ ഈ ഭൂമിയിൽ നമ്മിൽ നിന്ന് രക്ഷിക്കാൻ ഒരാളും വരില്ല, ഒരിടത്തു നിന്നും. ജ്യോതിശാസ്ത്രം നമ്മുടെ കണ്ണു തുറപ്പിക്കുന്ന ഒന്നാണ് എന്ന് പറയാറുണ്ട്. മനുഷ്യരുടെ അബദ്ധധാരണകളെ കുറിച്ച് പറയുമ്പോൾ ആദ്യം ഉദ്ധരിക്കാവുന്ന ഒരു ഉദാഹരണം ഈ ഇളം നീല പൊട്ട് തന്നെയാണ്. സഹജീവികളെ കുറെ കൂടി കരുണയോടെ പരിചരിക്കേണ്ടതിന്റെ, ഈ ഭൂമി നശിച്ച് നാറാണക്കല്ലെടുത്ത് തീരാതെ കാക്കേണ്ടതിന്റെ പ്രസക്തി അടിവരയിട്ട് പറയുന്ന ഒന്നുകൂടിയാണ് ഈ ചിത്രം എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ ഒരേയൊരു വീട്, നമുക്കറിയാവുന്ന ഒരേയൊരിടം, നമുക്ക് തളർന്ന് തലചായ്ക്കാൻ ഒരേ ഒരു ആശ്രയം, അത് ഇതാണ് ഈ ഇളം നീല പൊട്ട് എന്ന് കാൾ സേഗൻ പറഞ്ഞു വെച്ചത് എത്ര ശരിയാണ് എന്ന് ദിനംപ്രതി ബോധ്യപ്പെടാത്തവർ എത്ര പേരുണ്ടാകും നമ്മുടെ ഇടയിൽ. മനുഷ്യർക്കിടയിലെ പരസ്പര സംഘർഷങ്ങൾ അനുദിനം വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ കാൾ സേഗനെ വായിക്കുക എന്നത് ഒരുപക്ഷെ നമ്മുടെ നിസ്സാരത തിരിച്ചറിഞ്ഞ് സ്വയം വിമലീകരിച്ച് കുറെ കൂടി നല്ല മനുഷ്യരാകാനുള്ള ഒരു അവസരം കൂടിയാണ്. ഓസ്ട്രിയയിൽ നിന്ന് അമേരിക്കൻ മണ്ണിലേക്ക് കുടിയേറിപ്പാർത്ത യഹൂദ ദമ്പതികൾക്ക് ജനിച്ച കാൾ സേഗൻ എന്ന വ്യക്തി പ്രപഞ്ചത്തെക്കുറിച്ച് ഈ ലോകത്തിലെ സാധാരണക്കാർക്ക് പകർന്നു നൽകിയ വിലമതിക്കാനാവാത്ത അവബോധത്തിന്റെ കഥ. കാൾ സേഗന്റെ ദീർഘവീക്ഷണത്തിൽ ജ്യോതിശാസ്ത്ര ഗവേഷണ രംഗം കൈവരിച്ചിട്ടുള്ള അനന്യസാധാരണമായ പുരോഗതിയുടെ കഥ, അത് വല്ലാത്തൊരു കഥയാണ്.
20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ അന്ന് ഓസ്ട്രോ ഹംഗേറിയൻ സാമ്രാജ്യത്തിന്റെ അധികാര സീമകൾക്കുള്ളിൽ പുലർന്നിരുന്ന ഗലീസിയ പട്ടണം ഇന്നത് യുക്രൈന്റെ അതിർത്തിക്കുള്ളിലാണുള്ളത്. ലോവിന് വടക്ക് കിഴക്കായി ബഗ് നദിക്കരയിലാണ് ഈ ടൗൺ ഇന്ന് സ്ഥിതി ചെയ്യുന്നത്. അവിടെ സാസോവ് എന്നു പേരുള്ള ഒരു കൊച്ചു ഗ്രാമത്തിൽ ലീബ് ഗ്രബർ എന്നൊരു ജൂത യുവാവ് ഉണ്ടായിരുന്നു. ആളുകളെ തോണിയിൽ കയറ്റി ബഗ് നദി കടത്തിയാണ് അയാൾ ഉപജീവനം കഴിച്ചിരുന്നത്. ഒരിക്കൽ ഈ ലീബ് ഗ്രബറും പ്രദേശവാസിയായ മറ്റൊരാളും തമ്മിൽ എന്തോ ഒരു വാക്തർക്കമുണ്ടായി. ഈ തർക്കം വഴക്ക് കയ്യാങ്കളിയായി. തുടർന്നുണ്ടായ മൽപ്പിടുത്തത്തിനൊടുവിൽ ഗ്രബറുടെ മർദ്ദനമേറ്റ് എതിരാളി കൊല്ലപ്പെടുന്നു. തന്റെ ജീവിതത്തിൽ അന്നുവരെ ഒരാളെപ്പോലും ഉപദ്രവിച്ച ചരിത്രമില്ലാത്ത ഗ്രബർക്ക് നിമിഷ നേരത്തേക്ക് ഉണ്ടായിപ്പോയ ക്രോധത്തിന്റെ പുറത്തായിരുന്നു ഈ സംഭവമെങ്കിലും അതിന്റെ പേരിൽ കഴുമരത്തിലേറുകയോ അല്ലെങ്കിൽ ആജീവനാന്തം കൽത്തുറുങ്കിൽ കഴിയുകയോ ഒക്കെ ചെയ്യേണ്ട സാഹചര്യം തുടർന്നുണ്ടാകുന്നു. അത് ഒഴിവാക്കാൻ വേണ്ടി അയാൾ നാടുവിടാൻ തീരുമാനിച്ചു. അന്നൊക്കെ റഷ്യയിൽ നിന്ന് ജനം പലായനം ചെയ്തിരുന്നത് കപ്പലേറി അമേരിക്കയ്ക്കാണ്. പക്ഷേ അന്നത്തെ കാലത്ത് $30 എന്നൊരു വലിയ സംഖ്യ കൊടുത്തെങ്കിലേ കപ്പലിൽ ഒരു ലോവർ ക്യാബിനെങ്കിലും കിട്ടുകയുള്ളൂ. പെട്ടെന്നുണ്ടായ ഒരു ആവശ്യമായതുകൊണ്ട് ഭാര്യയ്ക്ക് കൂടി കപ്പലിൽ ടിക്കറ്റ് എടുക്കാൻ വേണ്ട നീക്കിയിരിപ്പ് ഗ്രബർക്ക് അന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് 1904 വേഷം മാറി അധികാരികളുടെ കണ്ണുവെട്ടിച്ച് തൽക്കാലം ലീബ് ഗ്രബർ തനിച്ച് അമേരിക്കയ്ക്ക് കപ്പൽ കയറുന്നു. പോകാൻ നേരത്ത് തൻ്റെ ഭാര്യയ്ക്കയാൾ കൊടുക്കുന്ന വാക്ക് അമേരിക്കയിൽ ചെന്ന് പണം സമ്പാദിച്ച് എത്രയും പെട്ടെന്ന് അവളെ കൂടി അങ്ങ് കൊണ്ടുപോകും എന്നായിരുന്നു. പറഞ്ഞ വാക്ക് ഗ്രബർ അപ്പടി പാലിച്ചതോടെ അടുത്ത കൊല്ലം, അതായത് 1905 തന്നെ അയാളുടെ ഭാര്യയും അമേരിക്കൻ മണ്ണിലേക്ക് കപ്പലിൽ ചെന്നിറങ്ങുന്നു. അങ്ങനെ ലീബ് ഗ്രബറും പത്നി ഛായ ഗ്രബറും കഴിഞ്ഞതൊക്കെ കുഴിച്ചുമൂടി തങ്ങളുടെ അമേരിക്കൻ സ്വപ്നങ്ങൾക്ക് തിരികൊളുത്തുന്നു. ചെന്നിറങ്ങി അടുത്ത മാസം തന്നെ ഛായ ഗർഭിണിയാവുകയും ചെയ്യുന്നു. മൻഹാട്ടൻ ഡിസ്ട്രിക്റ്റിന്റെ ലോവർ ഈസ്റ്റ് സൈഡിലെ ഈസ്റ്റ് 7th സ്ട്രീറ്റിലായിരുന്നു അവരന്ന് താമസിച്ചിരുന്നത്. അമേരിക്കയിലേക്ക് കുടിയേറുന്ന എല്ലാവരെയും പോലെ അവരുടെ കുടുംബത്തിനും അവിടുത്തെ ജീവിതശൈലികളോട് ഇഴുകിച്ചേരേണ്ടി വന്നു. ഛായ എന്ന പേര് മാറി ക്ലാര എന്നായി. വരും വർഷം തങ്ങൾക്ക് ജനിക്കുന്ന കുഞ്ഞിനും അവരൊരു ക്രിസ്ത്യൻ പേര് തന്നെ കൊടുക്കുന്നു, റേച്ചൽ മേരി ഗ്രബർ. ഈ കുഞ്ഞിന്റെ ജനനത്തിന് ശേഷം പലതും അവിടെ സംഭവിക്കുന്നുണ്ട്. രണ്ടാമത്തെ കുഞ്ഞ് ടോബി ജനിച്ചതിനു പിന്നാലെ 33-ാം വയസ്സിൽ അവിചാരിതമായിട്ടെത്തിയ ഹൃദയാഘാതം ക്ലാരയുടെ ജീവൻ കവരുന്നു. പറക്കമുറ്റാത്ത 2 പിഞ്ചു കുഞ്ഞുങ്ങളെയും നോക്കിക്കൊണ്ട് ജോലിയെടുത്ത് അമേരിക്കയിൽ പുലരുക അസാധ്യമാണ് എന്ന് തിരിച്ചറിയുന്ന ലീബ് ഗ്രബർ ഇളയവൾ ടോബിയെ ഒരു അനാഥാലയത്തിലാക്കി. മൂത്തവൾ റേച്ചലിനെ ഓസ്ട്രേലിയയിലെ തന്റെ സഹോദരിമാരുടെ കൂടെ കഴിയാനും പറഞ്ഞുവിട്ടു. അച്ഛൻ അന്ന് ഓസ്ട്രേലിയയിലേക്ക് പറഞ്ഞുവിട്ട റേച്ചൽ അവിടെ ആയിരുന്നു വളർന്നു വലുതായിരുന്നത് എങ്കിൽ ഒരുപക്ഷെ അവൾ 2ാം ലോക മഹായുദ്ധകാലത്ത് കിഴക്കൻ യൂറോപ്പിനെ ആകെ ഗ്രസിച്ച ഹോളോകോസ്റ്റ് ഇരയായി ഒരുപക്ഷെ കൊല്ലപ്പെട്ടു പോയിരുന്നേനെ. ഭാഗ്യവശാൽ അപ്പോഴേക്കും ലീബ് ഗ്രബർ റോസ് എന്നൊരു യുവതിയുമായിട്ട് പ്രണയത്തിലാകുന്നു. അവരെ വിവാഹം കഴിക്കുന്നു. അന്ന് 4 വയസ്സ് മാത്രം പ്രായമെത്തിയിരുന്ന റേച്ചലിനെ അവർ പിന്നീട് ഓസ്ട്രേലിയയിൽ ചെന്ന് കൂടെ കൂട്ടുന്നു. അവളുമായിട്ട് ന്യൂയോർക്കിലേക്ക് കപ്പൽ കയറുന്നു. അങ്ങനെ കാലചക്രം കറങ്ങി റേച്ചൽ വീണ്ടും അമേരിക്കൻ മണ്ണിൽ തന്നെ തിരിച്ചെത്തുന്നു. ഓസ്ട്രിയൻ പേരുകളുള്ള സാമുവൽ സേഗൻ ഒരു ഫാർമസി ബിരുദം നേടാൻ വേണ്ടിയാണ് കൊളംബിയ സർവകലാശാലയിൽ അഡ്മിഷൻ നേടി അമേരിക്കയിലേക്ക് കപ്പൽ കയറി എത്തുന്നത്. അവിടെ നടന്ന ഏതൊരു പാർട്ടിക്കിടയിൽ കണ്ടുമുട്ടിയ സുന്ദരിയായ റേച്ചൽ ഗ്രബറിനോട് സാമുവൽ സേഗന് പ്രഥമ ദർശനത്തിൽ തന്നെ പ്രണയം ഉദിക്കുന്നു. 1933 മാർച്ച് 4-ാം തീയതി ബ്രൂക്ലിനിൽ വെച്ച് അവർ വിവാഹിതരാകുന്നു. ഈ സാമുവൽ റേച്ചൽ ദമ്പതിമാർക്ക് 1934 നവംബർ 9-ാം തീയതി ജനിച്ച കന്നി സന്താനമാണ് കാൾ എഡ്വേർഡ് സേഗൻ. കുഞ്ഞുനാൾ തൊട്ട് തന്നെ തികഞ്ഞ കുതൂഹലത്തോടെയാണ് കാൾ വളർന്നു വന്നത്. ഗ്രീക്ക് മിഥോളജിയും നക്ഷത്രങ്ങളും ദിനോസറുകളും വലിയ സംഖ്യകളും മാജിക്കും എല്ലാം അവനെ അതിശയിപ്പിച്ചു. കാളിന് 5 വയസ്സുള്ളപ്പോൾ ഒരു ദിവസം അച്ഛൻ സാമുവൽ സേഗൻ അവൻ്റെ മനസ്സിലേക്ക് ഒരു പുതിയ വിവരം കോരിയിടുന്നു. മോനെ, ഏറ്റവും വലിയ സംഖ്യ എന്നൊന്നില്ല, യു ക്യാൻ ഓൾവേസ് ആഡ് 1. ഏതൊരു സംഖ്യയോടും 1 കൂട്ടുകയാണെങ്കിൽ അതിനേക്കാൾ വലിയ ഒരു സംഖ്യ കിട്ടും. അച്ഛൻ അന്നങ്ങനെ പറഞ്ഞപ്പോൾ അതിൻ്റെ അർത്ഥവ്യാപ്തി പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയിട്ടല്ല എങ്കിലും കാൾ അച്ഛനോട് ഇങ്ങനെ പറയുന്നു, അച്ഛാ, ഞാൻ 1 മുതൽ 1000 വരെയുള്ള സംഖ്യകൾ എഴുതി നോക്കാൻ പോവുകയാണ്. മകൻ്റെ ഉത്സാഹം കണ്ട അച്ഛൻ അവന് കുറേ പഴയ കാർഡ്ബോർഡ് ഷീറ്റുകൾ കൊടുത്തു. അവൻ അതിൽ നിന്ന് കഷ്ണങ്ങൾ വെട്ടിയെടുത്ത് ആവേശത്തോടെ 1 മുതൽക്ക് എഴുതി തുടങ്ങി. ഏതാണ്ട് 200 എത്താറായപ്പോഴേക്കും അവനെ അമ്മ ഒന്ന് വിളിച്ചു. കുളിക്കാൻ നേരമായി. കുളി തീരും വരെ താൻ എഴുതാം എന്നായി അച്ഛൻ. മകൻ കുളി കഴിഞ്ഞ് തിരികെ വന്നപ്പോഴേക്കും അച്ഛൻ 900 വരെ എഴുതി തീർത്തിരുന്നു. അന്ന് രാത്രി കിടക്കാൻ ഇത്തിരി വൈകിയെങ്കിലും 1000 വരെ എഴുതി തീർത്തിട്ടേ കുഞ്ഞു കാൾ അന്ന് ഉറങ്ങുന്നുള്ളൂ. സംഖ്യകളോടുള്ള കാളിൻ്റെ ഈ അഭിനിവേശം അവനെ പിന്നെ നയിക്കുന്നത് സ്റ്റാമ്പ് കളക്ഷനിലേക്കാണ്. 1923 ജർമ്മനി ഹൈപ്പർ ഇൻഫ്ലേഷനിലായ കാലത്തിറങ്ങിയ 50 ട്രില്യൺ മാർക്കിൻ്റെ സ്റ്റാമ്പ് അടക്കം പല അപൂർവ സ്റ്റാമ്പുകളും അന്ന് കാളിന് ശേഖരിക്കാനാവുന്നുണ്ട്. അതുപോലെ തന്നെ നക്ഷത്രങ്ങളും കുട്ടിക്കാലം തൊട്ട് തന്നെ കാളിനെ വല്ലാതെ ഭ്രമിപ്പിച്ചിരുന്നു. വീട്ടിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ ജനാലയിലൂടെ അവൻ എന്നും അങ്ങ് ദൂരെ ആകാശത്ത് മിന്നുന്ന നക്ഷത്രങ്ങളെ കണ്ടിരുന്നു. പക്ഷെ അവയെല്ലാം ബ്രൂക്ലിനിൽ നിന്ന് എത്രയോ അകലെ എവിടെയോ ആണെന്ന് അവന് തോന്നി. ആരോടൊക്കെയോ വന്നവൻ
ഇതെന്താണ് ഈ ആകാശത്തെ ഇരുട്ടിൽ കാണുന്നത് എന്ന് തിരക്കുന്നുണ്ട്. ചിലർ അതൊക്കെ ആകാശത്തിലെ വിളക്കുകളാണ് എന്ന് അവനോട് പറയുന്നു. ഇതെന്തിനാണ് ഇങ്ങനെ ആകാശത്തൊരു വിളക്ക് എന്ന് ആ കുഞ്ഞു മനസ്സിലപ്പോൾ തോന്നുകയും ചെയ്തു. താഴേക്ക് വേണ്ട പോലെ വെളിച്ചം കിട്ടാതെ അങ്ങ് ദൂരെ ആകാശത്തെ ഇരുട്ടിൽ എവിടെയോ തൂങ്ങിയാടി മിന്നുക മാത്രം ചെയ്യുന്ന ആ നക്ഷത്രങ്ങളുടെ വ്യർത്ഥത ഓർത്തപ്പോൾ അന്നവൻ ചെറുതായെങ്കിലും ഒന്ന് വ്യസനിക്കുക വരെ ചെയ്തു. പ്രൈമറി സ്കൂൾ പഠനകാലം തൊട്ട് തന്നെ അസാമാന്യ സിദ്ധിയുള്ള ഒരു വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് കാൾ സ്കൂളിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. അധ്യാപകരുടെ ഓമനയായിരുന്നു അവൻ. ഒരു വർഷത്തിൽ പല ഗ്രേഡുകളും ഒരുമിച്ച് ചാടിക്കടന്ന് ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് തന്നെ അവൻ ഹൈസ്കൂളിലെത്തുന്നു. അപ്പോഴേക്കും അവൻ്റെ അച്ഛൻ സാമുവൽ സേഗന് അദ്ദേഹത്തിൻ്റെ കോട്ട് കമ്പനിയുടെ പുതിയ പ്ലാന്റ് മാനേജറായി പ്രൊമോഷൻ കിട്ടി. ആ കുടുംബം ന്യൂജേഴ്സിയിലെ റാവെ പട്ടണത്തിലേക്ക് കുടിയേറി പാർത്തു കഴിഞ്ഞിരുന്നു. അവൻ്റെ അച്ഛൻ അവിടുത്തെ ഹൈസ്കൂളിൽ കൊണ്ടു ചേർക്കുന്നു. അച്ചടക്കത്തിൽ കടുത്ത നിഷ്ഠ പുലർത്തിയിരുന്ന ആ സ്കൂൾ കാളിനൊട്ടും ബോധിക്കുന്നില്ല. അവിടെ ചെന്ന് അധികം കഴിയുന്നതിന് മുൻപ് അവനൊരു ഇരട്ട പേരിടുന്നു, RCC അഥവാ റാവെ കോൺസെൻട്രേഷൻ ക്യാമ്പ്. അവിടുത്തെ അധ്യാപകർ പഠിപ്പിക്കാൻ അത്ര മിടുക്കരൊന്നും അല്ലായിരുന്നു. അവർക്ക് ശാസ്ത്രത്തിലുള്ള അവബോധവും കമ്മിയായിരുന്നു. ഈ ഹൈസ്കൂൾ പഠനകാലത്തെക്കുറിച്ച് പിൽക്കാലത്ത് കാൾ സേഗൻ എഴുതിയിട്ടുള്ളത് ഞാൻ വെറുതെ കളഞ്ഞ വർഷങ്ങൾ എന്നാണ്. സ്കൂൾ പഠനകാലത്ത് കാൾ ആർജിച്ച വിജ്ഞാനം അത്രയും വന്നിട്ടുള്ളത് അക്കാലത്ത് അവൻ വായിച്ചു കൂട്ടിയ പുസ്തകങ്ങളിൽ നിന്നാണ്. 30കളിൽ അസ്റ്റൗണ്ടിങ് സയൻസ് ഫിക്ഷൻ ആൻഡ് ഫാക്ട്സ് എന്ന പേരിലൊരു ശാസ്ത്ര മാസിക ഏറെ പ്രചാരത്തിലുണ്ടായിരുന്നു. ആ മാസികയുടെ സ്ഥിരം വായനക്കാരനായിരുന്ന കാളിന് മുന്നിൽ ഒരു പുസ്തകത്തിന്റെ പരസ്യം വന്നുപെടുന്നു. ഗ്രഹാന്തര യാത്രകൾ എന്നു പേരുള്ള ആ പുസ്തകം എഴുതിയത് ആർതർ സി ക്ലാർക്ക് എന്നൊരു ബ്രിട്ടീഷ് എഴുത്തുകാരനായിരുന്നു. ആ പുസ്തകം അവസാനിക്കുന്ന 2 വരികൾ കാളിനെ ആഴത്തിൽ സ്വാധീനിക്കുന്നു. അന്യലോകങ്ങൾക്കിടയിലുള്ള വലിയ ദൂരങ്ങൾ കീഴടക്കുക എന്നത് വളരെ വലിയ ഒരു വെല്ലുവിളി തന്നെയാണ്. എന്നാൽ അതിനെ നേരിടുന്നതിൽ പരാജയപ്പെട്ടാൽ മനുഷ്യരാശിയുടെ കഥ അതിൻ്റെ അവസാനത്തിലേക്ക് എത്തും. മനുഷ്യൻ ഇപ്പോഴും ചവിട്ടിയരയ്ക്കപ്പെടാത്ത ഉയരങ്ങളിൽ നിന്ന് പുറംതിരിഞ്ഞു നടന്ന് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കടന്ന് ആദിമ സമുദ്രത്തിന്റെ തീരത്തേക്ക് നീളുന്ന നീണ്ട ചെരുവിലേക്ക് തിരികെ ഇറങ്ങും എന്നായിരുന്നു ആ വരികൾ. തൻ്റെ ജീവിതത്തിലെ വഴിത്തിരിവെന്ന് കാൾ സേഗൻ പിന്നീട് പറഞ്ഞിട്ടുള്ളതും ഈ ഒരു പുസ്തകത്തെക്കുറിച്ചാണ്. അന്യഗ്രഹങ്ങളിലേക്ക് തൊടുത്തുവിടുന്ന റോക്കറ്റുകൾ മനുഷ്യരാശിയെയും പ്രപഞ്ചത്തെയും സംബന്ധിച്ച നമ്മുടെ അറിവുകളെയും പരിശ്രമങ്ങളെയും എങ്ങനെ മാറ്റിമറിക്കുമെന്ന് ഏറെ പ്രവചനാത്മകമായ ഭാവനയോടെ പറഞ്ഞു വെച്ച ഒരു അപൂർവ ഗ്രന്ഥമായിരുന്നു അത്. തൻ്റെ തുടർന്ന് അങ്ങോട്ടുള്ള ശാസ്ത്രയാത്രയിൽ ഗണിതത്തിന്റെ പ്രാധാന്യം എന്താണ് എന്ന് കാളിനെ ബോധ്യപ്പെടുത്തിയതും ഇതേ പുസ്തകമാണ്. അന്നുവരെ കുട്ടികളെ ഭയപ്പെടുത്താൻ വേണ്ടി മാത്രം സ്കൂളിലെ ഗണിതാധ്യാപകർ എടുത്ത് ഉപയോഗിച്ചിരുന്ന ഒരു വജ്രായുധം കാൽക്കുലസ്, അതിൻ്റെ പ്രാക്ടിക്കലായിട്ടുള്ള ആപ്ലിക്കേഷനുകൾ എന്തൊക്കെയാണ് എന്ന് സംബന്ധിച്ച പ്രാഥമിക വിവരണങ്ങളും ഈ പുസ്തകത്തിലുണ്ടായിരുന്നു. ഗ്രഹങ്ങൾ തമ്മിലുള്ള സഞ്ചാരപഥങ്ങൾ നിർണ്ണയിക്കുന്നതിൽ ഏറെ ഉപകാരപ്പെട്ടിരുന്ന കാൽക്കുലസ് ഗണിതത്തിലെ വൃഥാവ്യായാമം മാത്രമല്ല എന്ന് കാൾ തിരിച്ചറിയുന്നത് ഈ പുസ്തകം വായിച്ച ശേഷമാണ്. ക്ലാർക്കിൻ്റെ ഈ പുസ്തകം വായിച്ച മൂച്ചിൽ കാൾ അന്നത്തെ പോപ്പുലർ സയൻസ് ഫിക്ഷൻ പുസ്തകങ്ങൾ മിക്കതും വായിച്ചു തള്ളുന്നു. ആർതർ എഡിങ്ടൺ, ജെയിംസ് ജീൻസ്, JBS ഹാൾഡെയ്ൻ, ജൂലിയൻ ഹക്സ്ലി, റേച്ചൽ കാൾസൺ, സൈമൺ ന്യൂകോംബ് എന്നിങ്ങനെ പലരും ആ കൂട്ടത്തിൽ പെടും. ഈ കൂട്ടത്തിൽ ന്യൂകോംബിന്റെ ആസ്ട്രോണമി ഫോർ എവറിബഡി എന്ന പുസ്തകത്തിൽ കണ്ട ഒരു പരാമർശവും കാളിനെ അന്ന് ആകർഷിക്കുന്നുണ്ട്. ചൊവ്വയിൽ ജീവൽ സാന്നിധ്യമുണ്ട് എന്ന് തോന്നുന്നു. മുമ്പൊക്കെ അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയാൽ അത് അതിശയോക്തികരമെന്ന് സമൂഹം തള്ളിക്കളഞ്ഞേനെ. ഇന്ന് അങ്ങനെ ഒരു പരാമർശത്തിന് വ്യാപകമായിട്ടുള്ള സ്വീകാര്യത വന്നിട്ടുണ്ട് എന്നാണ് ന്യൂകോംബ് എഴുതി വെച്ചത്. കൗമാരത്തിലേക്ക് കടന്നപ്പോൾ കാളിൽ ശാസ്ത്രാഭിരുചിക്കൊപ്പം മറ്റൊന്നുകൂടി സ്വാഭാവികമായിട്ടും ഉണർന്നു വരുന്നു. അവന് ഒരു പെൺകുട്ടിയോട് ക്രഷ് തോന്നുന്നു. അമ്മയുടെ അടുത്ത കൂട്ടുകാരിയുടെ മകൾ ലൂ നെഹമോവ്. കാൾ ഒരു ദിവസം തൻ്റെ കൂട്ടുകാരിക്ക് ഒരു സമ്മാനം കൊടുക്കുന്നു. വളരെ വ്യത്യസ്തമായ ഒരു പ്രണയ സമ്മാനം. അതൊരു അഡ്വാൻസ്ഡ് കെമിസ്ട്രി സെറ്റായിരുന്നു. ഇതിന്റെ കൂടെ വന്ന ഇൻസ്ട്രക്ഷൻ മാനുവൽ പിന്തുടർന്ന് ഇവർ രണ്ടുപേരും കൂടി വീട്ടിലിരുന്നു കൊണ്ട് ഒരു പരീക്ഷണം നടത്തി. ക്ലോറിൻ റിംഗ് എക്സ്പെരിമെന്റ്. എന്തൊക്കെയോ കെമിക്കലുകൾ കൂട്ടിക്കലർത്തി ചൂടാക്കി ഒടുവിൽ എല്ലാം കൂടി പൊട്ടിത്തെറിക്കുന്നു. ലൂവിന്റെ സഹോദരി അന്ന് എന്തോ ഭാഗ്യത്തിനാണ് മേൽപ്പൊള്ളലേൽക്കാതെ രക്ഷപ്പെട്ടത്. എന്നാൽ ഈ അപകടത്തിന്റെ പേരിൽ മകനെ ശിക്ഷിക്കാനൊന്നും അന്ന് അമ്മ റേച്ചൽ തയ്യാറാവുന്നില്ല. സയന്റിസ്റ്റുകൾ പരീക്ഷണങ്ങൾ നടത്തുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ചിലതൊക്കെ ഉണ്ടായി എന്ന് വരുമെന്ന് അവരതിനെ എഴുതി തള്ളുന്നു. കൗമാരക്കാരനായ മകനെ എല്ലാ തരത്തിലും പ്രോത്സാഹിപ്പിക്കുമായിരുന്ന അമ്മ റേച്ചലിന്റെ സ്വാധീനം കാൾ സേഗൻ എന്ന ഭാവി ശാസ്ത്രജ്ഞനെ പരുവപ്പെടുത്തുന്നതിൽ കാര്യമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. കുട്ടിക്കാലത്ത് ഒരിക്കൽ അപ്പൂപ്പൻ ലീബ് ഗ്രബർ നീ വളർന്നു വലുതാകുമ്പോൾ ആരാകും എന്ന് ചോദിച്ചപ്പോൾ ഒരു നിമിഷത്തെ പോലും ആലോചന കൂടാതെ തന്നെ കാൾ വിളിച്ചു പറഞ്ഞ മറുപടി ആസ്ട്രോണമർ എന്നായിരുന്നു. നീ ആസ്ട്രോണമർക്ക് ആയിക്കോ, സാരമില്ല, പക്ഷേ ജീവിക്കാൻ വേണ്ടി നീ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നായിരുന്നു അപ്പൂപ്പന്റെ മറുചോദ്യം. കുറെ കൂടി മുതിർന്ന ക്ലാസ്സിലെത്തിയപ്പോൾ ഒരു ദിവസം കാളിന്റെ സ്കൂളിലേക്ക് ഹാർവാർഡ് സർവകലാശാലയിൽ ഗവേഷകരായിരുന്ന ഹാർലോ ഷാപ്ലി അടക്കമുള്ള ചില പ്രൊഫഷണൽ ബഹിരാകാശ സഞ്ചാരികൾ എത്തിച്ചേരുന്നു. അന്ന് അവന് വളരെ സന്തോഷം തോന്നുന്നു. കാരണം അപ്പൂപ്പൻ പറഞ്ഞ പോലെ കൂലിയില്ലാത്ത വേലയല്ല ആസ്ട്രോണമി, അതിൽ ഭാവി സുരക്ഷിതം തന്നെയാണ് എന്ന് അവരെ കണ്ടപ്പോൾ അവന് ബോധ്യം വരുന്നു. അവരെ അന്ന് കണ്ടതിൻ്റെ, അവരോട് സമ്മതിച്ചതിൻ്റെ ആവേശത്തിൽ ആ പ്രായത്തിൽ തന്നെ കാൾ സേഗൻ അമേരിക്കയിലെ അന്നത്തെ പല പ്രസിദ്ധ ജ്യോതിശാസ്ത്രജ്ഞർക്കും കത്തയക്കുന്നുണ്ട്.
അവരിൽ ചിലരെങ്കിലും മറുപടി അയക്കാനും തയ്യാറായത് അവനെ ആഹ്ലാദിപ്പിക്കുന്നു. തന്റെ കാലശേഷം മകൻ തന്റെ കോട്ട് ബിസിനസ് ഏറ്റെടുക്കുമെന്ന് പ്രതീക്ഷിച്ച അച്ഛൻ സാമുവൽ സേഗനും മകനൊരു കൺസേർട്ട് പിയാനിസ്റ്റായി കാണാൻ ആഗ്രഹിച്ച സംഗീത പ്രേമിയായിട്ടുള്ള അമ്മ റേച്ചലും കാളിന്റെ ഈ അസ്ട്രോണമി ഭ്രമത്തിൽ അത്ര കണ്ട് സന്തുഷ്ടരൊന്നുമല്ലായിരുന്നു. അമ്മയുടെ ഈ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ വേണ്ടി മാത്രം കാൾ അന്ന് പിയാനോ പ്രൊഫഷണലായി തന്നെ പഠിക്കാൻ ശ്രമിക്കുകയും അക്കാലത്ത് ചില കൺസേർട്ടുകൾ നടത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ കോളേജിലേക്ക് കടന്നതോടെ അത് പാതി വഴിയിൽ നിന്നു പോന്നു. ഷിക്കാഗോ സർവകലാശാലയിൽ നിന്നാണ് കാൾ സേഗന്റെ കോളേജ് വിദ്യാഭ്യാസം ആരംഭിക്കുന്നത്. അന്ന് എൻട്രിക്കോ ഫെർമിയെയും എഡ്വേർഡ് ടെല്ലറെയും പോലുള്ള വമ്പൻ ഭൗതിക ശാസ്ത്രജ്ഞരും ഹാരോൾഡ് ഡുറയെ പോലുള്ള കെമിസ്ട്രി പ്രൊഫസർമാരും ഒക്കെ അവിടെ അധ്യാപകരായിട്ട് ഉണ്ടായിരുന്ന കാലമാണ്. സർവകലാശാലയ്ക്ക് യർക്സിൽ ഒരു വാനനിരീക്ഷണ കേന്ദ്രം പോലും ഉണ്ടായിരുന്നു. ഷിക്കാഗോ സർവകലാശാലയുടെ അന്നത്തെ സിലബസ് ആണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ശാസ്ത്രം, സാമൂഹിക ശാസ്ത്രം, സാഹിത്യം തുടങ്ങിയ മേഖലകളിലൊക്കെയും താല്പര്യം ജനിപ്പിക്കാൻ പോകുന്നത്ര നല്ലതായിരുന്നു. ഫിസിക്സും ജീവശാസ്ത്രവും ആയിരുന്നു കാൾ സേഗന്റെ അന്നത്തെ ബിരുദ വിഷയങ്ങൾ. ഷിക്കാഗോ സർവകലാശാലയിൽ നിന്ന് 1960 സേഗൻ ജ്യോതിശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് എടുക്കുന്നു. അവിടെ നിന്ന് അദ്ദേഹത്തിന് ശാസ്ത്ര വിഷയങ്ങൾക്ക് പുറമെ മാനവിക വിഷയങ്ങളിൽ കൂടി അറിവ് നേടാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു കാലം കാൾ സേഗന്റെ ബൗദ്ധിക വികാസത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയ ഒന്നാണ്. അദ്ദേഹം പിന്നീട് അങ്ങോട്ട് ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു ലെജൻഡായിട്ട് മാറുന്നതും ഇതിൻ്റെയൊക്കെ ബലത്തിലാണ്. യൂണിവേഴ്സിറ്റി പഠനകാലത്ത് പ്രസിദ്ധ ജനിതക ശാസ്ത്രജ്ഞനായിട്ടുള്ള ഹെർമൻ മ്യൂളർ, മോളിക്കുലർ ബയോളജിസ്റ്റ് ആയിട്ടുള്ള ജോഷുവ ലീഡർബർഗ്, രസതന്ത്രജ്ഞൻ ഹാരോൾഡ് ഡ്യൂറെ, അസ്ട്രോണമർ ആയിട്ടുള്ള ജെറാൾഡ് കുയിപ്പർ, സുപ്രസിദ്ധ ഭൗതിക ശാസ്ത്രജ്ഞൻ ജോർജ് ഗാമോവ് എന്നിവരുടെ കീഴിൽ പഠിക്കാനും ഗവേഷണം നടത്താനും ഒക്കെ കഴിഞ്ഞത് സേഗന് ഷിക്കാഗോ സർവകലാശാലയിൽ കിട്ടിയ ഒരു ബോണസ് ആയിരുന്നു. പ്രസിദ്ധമായിട്ടുള്ള യൂറേ മില്ലർ പരീക്ഷണത്തിന് സാക്ഷിയാകാനും ഈ കാലയളവിൽ കാൾ സേഗന് ചാൻസ് കിട്ടുന്നുണ്ട്. എന്നാൽ അതേസമയം ഡോക്ടർ സേഗന് വിദ്യാഭ്യാസം കഴിഞ്ഞ ശേഷം മുന്നോട്ടുള്ള പ്രയാണം ഒട്ടും എളുപ്പമായിരുന്നില്ല. ഒരു സ്പെഷ്യലിസ്റ്റ് എന്നതിനേക്കാൾ ഒരു ജനറലിസ്റ്റ് ആകാനാണ് സേഗൻ തൻ്റെ ഗവേഷണ കാലത്ത് ശ്രമിച്ചത് അത്രയും എന്നതാകാം അതിനുള്ള പ്രധാന കാരണം. അന്ന് അമേരിക്കയിലെ ശാസ്ത്രജ്ഞരിൽ പലരും സയൻസിനെ പരീക്ഷണശാലയുടെ 4 ചുവരുകൾക്കുള്ളിൽ തളച്ചിടാനും ശാസ്ത്രം എന്നത് പ്രിവിലേജുള്ള ചുരുക്കം ചിലർക്ക് മാത്രം ആക്സസ് കിട്ടുന്ന ഒരിടമാക്കി മാറ്റാനും ശ്രമിച്ചിരുന്നു. അവരിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തനായിരുന്നു കാൾ സേഗൻ. ശാസ്ത്രത്തിന്റെ പ്രചാരണത്തിന്, ശാസ്ത്രത്തെ സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ അദ്ദേഹം അക്ഷീണ പ്രയത്നം തന്നെ നടത്തുന്നുണ്ട്. ലബോറട്ടറിയിൽ പരീക്ഷിച്ച ഒരു നിഗമനത്തിലേക്ക് എത്തുന്നതിനേക്കാൾ പഠനത്തിന്റെ ബലത്തിൽ ഏറെക്കുറെ ഊഹാപോഹമെന്ന് തോന്നുന്ന മട്ടിലുള്ള പ്രസ്താവനകൾ അദ്ദേഹത്തിൽ നിന്നുണ്ടായത് വിവാദങ്ങൾക്ക് വഴിവെക്കുന്നു. ഉദാഹരണത്തിന് സൗരയോദയേതര പ്രപഞ്ചത്തിന്റെ ഘടനയെക്കുറിച്ച് പ്രഗത്ഭ ശാസ്ത്രജ്ഞർക്ക് പോലും വലിയ പിടിപാടൊന്നുമില്ലാത്ത അക്കാലത്ത് അന്യഗ്രഹ ജീവികൾ ഉണ്ടാകാം എന്നൊരു അനുമാനത്തിലേക്ക് സേഗൻ എത്തിച്ചേരുന്നു. എന്നാൽ തിരസ്കാരങ്ങൾക്കൊപ്പം അംഗീകാരങ്ങളും വൈകാതെ സേഗനെ തേടി എത്തുന്നുണ്ട്. 1961 ഹാർവാർഡ് സർവകലാശാല അദ്ദേഹത്തിന് ലെക്ചർ പദവി വാഗ്ദാനം ചെയ്യുന്നു. പക്ഷേ തനിക്ക് എന്തുകൊണ്ടും അർഹതപ്പെട്ട അസിസ്റ്റന്റ് പ്രൊഫസർ പദവി തന്നെ കിട്ടണമെന്ന ഒറ്റ വാശിപ്പുറത്ത് സേഗൻ ഉറച്ചു നിൽക്കുന്നു. ഒടുവിൽ സർവകലാശാലയ്ക്ക് വഴങ്ങേണ്ടി വരുന്നു. അന്ന് ഹാർവാർഡിലെ പ്രൊഫസറുടെ ഉത്തരവാദിത്തങ്ങൾക്ക് പുറമെ സേഗൻ മസാച്യുസെറ്റ്സിൽ തന്നെയുള്ള സ്മിത്സോണിയൻ ഒബ്സർവേറ്ററിയിലും അക്കാലത്ത് സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. കാൾ സേഗൻ അന്ന് ഒബ്സർവേറ്ററിയിൽ ജോലി ചെയ്തിരുന്ന കാലത്ത് ഏറെ രസകരമായ ഒരു സംഭവം ഉണ്ടായി. ആകാശത്തിൽ വളരെ മങ്ങിയ വൃത്താകാരത്തിലുള്ള ഒരു വാൽ നക്ഷത്രം പ്രത്യക്ഷപ്പെടുന്നു. ഇത് കണ്ട ഏതൊരു കള്ളുകുടിയൻ എന്താണ് സംഗതി എന്നറിയാൻ ഉടനടി ഒബ്സർവേറ്ററിയിലേക്ക് ഫോൺ ചെയ്യുന്നു. ഇവിടെ ആകാശത്ത് എന്തോ ഒരു സാധനം കാണാനുണ്ട്, വട്ടത്തിൽ ലേശം വെളിച്ചമൊക്കെയുള്ള സാധനമാണ്, അതെന്താണ് എന്ന് അയാളുടെ ചോദ്യം. അതൊരു ധൂമകേതുവാണ് സാർ എന്ന് സേഗൻ ഉത്തരം കൊടുക്കുന്നു. എന്ന് വെച്ചാൽ എന്താണ് എന്ന് മറു ചോദ്യം. ഈ ധൂമകേതു എന്ന് വെച്ചാൽ 1 മൈൽ വ്യാസമുള്ള ഒരു മഞ്ഞുകട്ടയാണ് എന്ന് സേഗന്റെ മറുപടി. അതിനുശേഷം സാമാന്യം നീണ്ട ഒരു നിശബ്ദതയായിരുന്നു. പക്ഷെ ഫോൺ വെച്ച് പോകും മുമ്പ് വിളിച്ചയാളുടെ വക ഏറെ പരുഷമായ ഒരു വാചകം കൂടി. ലെറ്റ് മീ ആസ്ക് എ റിയൽ ആസ്ട്രോണമർ. ഞാൻ ആസ്ട്രോണമിയിൽ വിവരമുള്ള വല്ലവരോടും വിളിച്ചു ചോദിക്കട്ടെ എന്ന്. ഹാർവാർഡിൽ എത്തിയതോടെ സാക്ഷാത്കരിക്കപ്പെട്ടത് ഒരു ജ്യോതിശാസ്ത്രജ്ഞൻ അഥവാ ആസ്ട്രോണമർ ആകണമെന്നുള്ള സേഗന്റെ കുഞ്ഞുനാൾ തൊട്ടുള്ള മോഹമാണ്. മസാച്യുസെറ്റ്സിൽ എത്തി 5 വർഷം കഴിഞ്ഞിട്ടും സേഗനെ സ്ഥിരപ്പെടുത്താൻ ഹാർവാർഡ് സർവകലാശാല തയ്യാറാകുന്നില്ല. പൂർവ്വശിശാപം ഉപകാരം എന്ന് പറയുന്നത് പോലെ സേഗൻ ഹാർവാർഡിൽ ജോയിൻ ചെയ്ത അന്നു തൊട്ട് തന്നെ അദ്ദേഹത്തെ റാഞ്ചാൻ വേണ്ടി അവസരം പാർത്തു എന്ന കോർണൽ സർവകലാശാല അദ്ദേഹത്തെ പ്രൊഫസർ പദവി നൽകി അങ്ങോട്ട് ക്ഷണിച്ചു. ആ ക്ഷണം സ്വീകരിച്ച് ന്യൂയോർക്കിലേക്ക് പോകുന്ന സേഗൻ പിന്നീട് മരണം വരെയും ചെലവിട്ടത് കോർണൽ സർവകലാശാലയുടെ ഇത്താക്ക ക്യാമ്പസിലായിരുന്നു. ഈ കോർണൽ സർവകലാശാല സേഗന്റെ പ്രവർത്തനങ്ങൾക്കും ഗവേഷണങ്ങൾക്കും ഏറെ വളക്കൂറുള്ളതായിരുന്നു. അവിടെ ക്രിട്ടിക്കൽ തിങ്കിങ് പഠിപ്പിച്ച അദ്ദേഹം ഇക്കാറസ് എന്ന പേരിൽ ഒരു മാസിക എഡിറ്റ് ചെയ്യുകയും അതിനെ സൗരയൂഥ പഠനങ്ങളുടെ ഒരു ഒന്നാന്തരം ജേണലാക്കി മാറ്റുകയും ചെയ്തു. കോർണലിലെ അധ്യാപന ഗവേഷണ കാലത്ത് അദ്ദേഹം നിരവധി ഗ്രന്ഥങ്ങളും രചിക്കുന്നുണ്ട്. അതുപോലെ മറ്റു പല രചനകളിലും പങ്കാളിയാവുന്നുമുണ്ട്. കാൾ സേഗന്റേതായി ഡസൻ കണക്കിന് ഗവേഷണ പ്രബന്ധങ്ങളും ഇക്കാലത്ത് പ്രസിദ്ധീകരിക്കപ്പെട്ടു. ഇക്കൂട്ടത്തിൽ ഗ്രഹങ്ങളുടെ അന്തരീക്ഷത്തെക്കുറിച്ച് 40-ലധികം ലേഖനങ്ങൾ,
മറ്റ് സൗരയൂഥ വസ്തുക്കളെക്കുറിച്ച് 50-ന് പുറത്ത് ആർട്ടിക്കിളുകൾ, എക്സ്ട്രാ ടെറസ്ട്രിയൽ ലൈഫിനെ കുറിച്ചും സയൻസ് പോളിസിയെക്കുറിച്ചും ഒക്കെ ഡസൻ കണക്കിന് ലേഖനങ്ങൾ വേറെയും ഇക്കാലത്ത് സേഗന്റെ ക്രെഡിറ്റിൽ ഉണ്ടായിരുന്നു. ബഹിരാകാശ പര്യവേഷണത്തിലും ഗ്രഹാന്തര പഠനങ്ങളിലും അന്യഗ്രഹ ജീവൻ തേടുന്നതിലും സേഗനുണ്ടായിരുന്ന താല്പര്യവും അറിവും അദ്ദേഹത്തെ അമേരിക്കൻ സ്പേസ് പ്രോഗ്രാമുകളുമായിട്ട് അടുപ്പിക്കുന്നു. കാലിഫോർണിയയിലെ ജെറ്റ് പ്രൊപ്പൽഷൻ ലാബിലെ ഒരു സ്ഥിരം സന്ദർശകനായിരുന്നു കാൾ സേഗൻ. ശുക്രൻ, ചൊവ്വ എന്നീ ഗ്രഹങ്ങളുടെ അടുത്തുകൂടി സഞ്ചരിച്ച മറീനർ, ചൊവ്വ ദൗത്യങ്ങളായിട്ടുള്ള വൈക്കിംഗ് 1-2, പയനിയർ 1-2, വോയേജർ 1-2 എന്നീ ദൗത്യങ്ങളിലൊക്കെയും നമുക്ക് സേഗന്റെ കയ്യൊപ്പ് കാണാം. പയനിയർ ദൗത്യങ്ങളിൽ അന്യഗ്രഹ ജീവികളെ കണ്ടെത്തുകയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ ഭൂമി എന്നൊന്നുണ്ട്, ഇവിടെ നമ്മൾ മനുഷ്യർ ചിലർ താമസമുണ്ട് എന്നുള്ള വിവരം അറിയിക്കാൻ വേണ്ടി പയനിയർ വാഹനങ്ങളുടെ കാലുകളിൽ അവർ രേഖാചിത്രങ്ങൾ കോരിയിട്ട സ്വർണ്ണ തകിടുകൾ പിടിപ്പിച്ചിരുന്നു. ആ രേഖാചിത്രങ്ങൾ ഡിസൈൻ ചെയ്തത് ലിൻഡ സാൽസ്മാനും സേഗനും ചേർന്നാണ്. അതുപോലെ വോയേജർ ദൗത്യങ്ങളിലെ തന്നെ സംഗീതവും മറ്റു വിവരങ്ങളും നിറച്ച ചില സ്വർണ്ണ ഡിസ്കുകൾ തയ്യാറാക്കിയതിലും ഇവർക്ക് പങ്കുണ്ടായിരുന്നു. ഈ ഒരു കാലമായപ്പോഴേക്കും തന്നെ കാൾ സേഗൻ വളരെ പ്രശസ്തനായി കഴിഞ്ഞിരുന്നു. അദ്ദേഹം ലോകമെങ്ങും അമേരിക്കൻ സയൻസിന്റെ മുഖം എന്ന മട്ടിൽ അറിയപ്പെട്ടു തുടങ്ങി. എന്നാൽ ഒരു ശാസ്ത്ര പ്രചാരകൻ എന്ന റോളിൽ കാൾ സേഗൻ ഏറ്റവും അധികം തിളങ്ങിയിട്ടുള്ളത് കോസ്മോസ് ടെലിവിഷൻ സീരീസ് സംപ്രേഷണം ചെയ്യപ്പെട്ട കാലത്താണ്. ഈ ടെലിസീരിയലിന് തിരക്കഥ എഴുതിയത് കാൾ സേഗനും സ്നേഹിത ആൻ ഡ്രൂവാനും പിന്നെ സ്റ്റീവൻ സോട്ടറും ചേർന്നുകൊണ്ടാണ്. 1980 സെപ്റ്റംബർ 29 മുതൽ ഡിസംബർ 21 വരെ സംപ്രേഷണം ചെയ്ത കോസ്മോസിന്റെ അവതാരകനും കാൾ സേഗൻ തന്നെയായിരുന്നു. ഈ ഒരു സീരിയലിന് സേഗൻ ആദ്യമിട്ട പേര് മാൻ ആൻഡ് ദ കോസ്മോസ് എന്നായിരുന്നു. പക്ഷെ മാൻ എന്ന ഇംഗ്ലീഷ് ശബ്ദത്തിന് മനുഷ്യൻ എന്നതിന് പുറമെ പുരുഷൻ എന്ന അർത്ഥം കൂടി ഉള്ളത് കൊണ്ട് അത് ശരിയാവില്ല എന്ന് അന്നേ ഒരു സ്ത്രീ സമത്വവാദിയായിരുന്ന സേഗന് തോന്നുന്നു. ഇവിടുത്തെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സും സ്ത്രീ പുരുഷ സമത്വവും പോലുള്ള ആശയങ്ങൾ പ്രചാരത്തിൽ വരുന്നതിനൊക്കെ എത്രയോ മുമ്പാണ് ഇതെന്ന് ഓർക്കണം. ആ ഒരു പുനർചിന്തയുടെ പേരിൽ ആ പേര് പിന്നീട് കോസ്മോസ് എ പേഴ്സണൽ വോയേജ് എന്നാക്കി മാറ്റുകയായിരുന്നു. കാലിഫോർണിയയിലെ ഏതോ കടൽത്തീരത്ത് നിന്നുകൊണ്ട് സേഗൻ പറയുന്ന കോസ്മോസിന്റെ ആരംഭ വാചകം ഏറെ പ്രസിദ്ധമായ ഒന്നാണ്. ദ കോസ്മോസ് ഈസ് ഓൾ ദാറ്റ് ഈസ് ഓർ എവർ വാസ് ഓർ എവർ വിൽ ബി. അതായത് പ്രപഞ്ചമാണ് ആകെ ഉള്ളത്, ആകെ ഉണ്ടായിരുന്നത്, ഇനി ഉണ്ടാകാനും പോകുന്നത്. ഈ സീരീസിൽ സ്പെഷ്യൽ എഫക്റ്റുകൾ ഉപയോഗിച്ച് സേഗൻ ടൈം ട്രാവൽ ചെയ്ത് BC 246 അലക്സാണ്ട്രിയയിലെ ഒരു ലൈബ്രറിയിലേക്ക് എത്തിച്ചേരുന്നതൊക്കെ ഇദ്ദേഹം ചിത്രീകരിക്കുന്നുണ്ട്. വളരെ വിശാലമായിട്ടുള്ള പല വിഷയങ്ങളും ചർച്ചയ്ക്കെടുത്തിരുന്ന ഈ പരിപാടിയിൽ സേഗൻ ചന്ദ്രയാത്രയെക്കുറിച്ചും വാൽനക്ഷത്രങ്ങളെക്കുറിച്ചും മറ്റ് ഗ്രഹങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ജീവൽ സാന്നിധ്യത്തെക്കുറിച്ചും ഒക്കെ നമ്മളോട് പറയുന്നുണ്ട്. ലാഭേച്ഛ കൂടാതെ പരസ്യങ്ങൾ പ്രദർശിപ്പിക്കാതെ PBS ആണ് 13 ഭാഗങ്ങളിലെ കോസ്മോസ് പ്രോഗ്രാം അന്ന് സംപ്രേഷണം ചെയ്തത്. വലിയ തോതിൽ അന്ന് ജനപ്രിയമായ ഈ പ്രോഗ്രാം വിവിധ രാജ്യങ്ങളിലായി ഏകദേശം 50 കോടിയിലധികം പ്രേക്ഷകർ കണ്ടു എന്നാണ് ഏകദേശ കണക്ക്. അതിനൊക്കെ മുമ്പ് തന്നെ സാമാന്യം പ്രശസ്തനായിരുന്ന കാൾ സേഗൻ കോസ്മോസ് പരിപാടിയുടെ സംപ്രേഷണത്തോടെ ഒരു സെലിബ്രിറ്റി സയന്റിസ്റ്റ് ആയിട്ട് മാറുന്നു. എന്നാൽ അവിചാരിതമായിട്ട് കൈവന്ന അതിപ്രശസ്തിയോടൊപ്പം സാധാരണ സെലിബ്രിറ്റികൾക്ക് സംഭവിക്കാറുള്ള തട്ടുകേടുകൾ കാൾ സേഗനും സംഭവിക്കുന്നുണ്ട്. അദ്ദേഹത്തെ അഡ്രസ് ചെയ്തുകൊണ്ട് വിദ്യാസമ്പന്നരുടെയും ശാസ്ത്ര കുതുകികളുടെയും കിറുക്കന്മാരുടെ പോലും കത്തുകളും ഫോൺ വിളികളും നിരന്തരം പ്രവഹിച്ചു കൊണ്ടിരുന്നു. ഒടുവിൽ ഫോൺ സന്ദേശങ്ങൾ റെക്കോർഡ് ചെയ്യാനായി കോർണൽ സർവകലാശാല അന്ന് സേഗന്റെ ഓഫീസിൽ ഒരു പ്രത്യേക സംവിധാനം തന്നെ ഒരുക്കി കൊടുക്കുന്നു. നിരന്തരം ഇങ്ങനെ പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന കത്തുകളെയും ഫോൺ വിളികളെയും അന്ന് സേഗന്റെ സെക്രട്ടറി ആയിരുന്ന ഷേർലി ആഡൻ നേരിട്ട് കൊണ്ടിരുന്നു. ഈ കൂട്ടത്തിൽ ഒരാൾ എഴുതിയത്, ഞാൻ ശുക്രനും ഭൂമിക്കുമിടയിൽ ഒരു ഗ്രഹം കണ്ടെത്തിയിട്ടുണ്ട്, പക്ഷെ ഞാൻ ജയിലിലായതുകൊണ്ട് അത് ഉറപ്പിക്കാൻ സാധിക്കുന്നില്ല, നിങ്ങളൊന്ന് അക്കാര്യം ശ്രദ്ധിക്കണം എന്നായിരുന്നു. അതുപോലെ മറ്റൊരാൾ കോസ്മോസിലെ ഹ്യൂമൻ ബ്രെയിനിനെ കുറിച്ചുള്ള ഭാഗം കണ്ട് ക്ഷുഭിതനായി സേഗൻ മനുഷ്യന് തലച്ചോറ് കൊണ്ടുള്ള കളി അവസാനിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടു. മാത്രമല്ല ഈ TV-യിൽ കാണിക്കുന്ന തട്ടിപ്പുകളുടെ പേരിൽ സേഗൻ ശിക്ഷ അർഹിക്കുന്നുണ്ട് എന്നും അയാൾ അഭിപ്രായപ്പെട്ടു. സേഗനെ ശിക്ഷിക്കുകയോ എന്ന് ഷേർലി ആഡൻ ചോദിച്ചപ്പോൾ സേഗന്റെ വലത്തുകൈ താൻ ചെത്തിക്കളയുമെന്നും അങ്ങനെ സേഗനെ ഒരു ഇടത്തേക്കൈനാക്കുമെന്നും അയാൾ ഭീഷണിപ്പെടുത്തി. മനുഷ്യരുടെ വലത്തേക്കൈയും മസ്തിഷ്കത്തിന്റെ ഇടതുഭാഗവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് സേഗൻ നടത്തിയ പരാമർശങ്ങളായിരുന്നു അന്ന് അയാളെ ചൊടിപ്പിച്ചത്. എന്തായാലും ഇങ്ങനൊരു ഭീഷണി സന്ദേശം വന്ന ഉടനെ തന്നെ സർവകലാശാല അധികൃതർ ആഡന്റെ മേശക്കരികിൽ ഒരു അലാം സ്ഥാപിക്കുകയും അലാം കേട്ടാൽ എന്ത് ചെയ്യണമെന്ന് ഓഫീസിലെ സെക്യൂരിറ്റി സ്റ്റാഫിനെ പരിശീലിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ കിറുക്കന്മാർ മാത്രമല്ല, തികഞ്ഞ ആത്മാർത്ഥതയോടെ മാത്രം സംശയങ്ങൾ ഉന്നയിച്ചവരും എമ്പാടുമുണ്ടായിരുന്നു. സേഗന്റെ അനവധി പ്രഭാഷണങ്ങളിലൂടെയും കോസ്മോസ് സീരിയലിലൂടെയും ഒക്കെ അവർക്ക് ശാസ്ത്രലോകം എന്താണെന്ന് അറിയാൻ സാധിച്ചു. അവരെ സംബന്ധിച്ചിടത്തോളം കാൾ സേഗൻ അവരുടെ ശാസ്ത്രത്തിലുള്ള വിശ്വാസത്തിന്റെ കാവലാളായിരുന്നു. ഒരിക്കൽ വാഷിംഗ്ടൺ DC-യിലെ യൂണിയൻ റെയിൽവേ സ്റ്റേഷനിൽ സേഗന്റെ പെട്ടികൾ തള്ളിക്കൊണ്ടുപോയ ഒരു പോർട്ടർ ഒടുവിൽ അദ്ദേഹത്തോട് പ്രതിഫലം വാങ്ങാൻ വിസമ്മതിക്കുന്നു. കാരണം തിരക്കിയ സേഗനോട് അദ്ദേഹം പറഞ്ഞ മറുപടി, നിങ്ങൾ എനിക്ക് ഈ പ്രപഞ്ചം തന്നെ നൽകിയില്ലേ എന്നായിരുന്നു. സേഗനെ തിരക്കി വന്നവർ പക്ഷേ സാധാരണക്കാർ മാത്രമായിരുന്നില്ല. ശാസ്ത്ര സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ പലപ്പോഴും കാൾ സേഗൻ അമേരിക്കയിലെ പാർലമെന്റ് അംഗങ്ങളെ പോലും ഉപദേശം
നിർദ്ദേശിച്ചിട്ടുണ്ട്. അന്യഗ്രഹ ജീവികളുടെ തിരയലുമായിട്ട് ബന്ധപ്പെട്ട ഫണ്ടിംഗ് പ്രശ്നത്തിനു വേണ്ടി അമേരിക്കൻ കോൺഗ്രസിൽ അദ്ദേഹം പ്രസംഗിച്ചിട്ടുണ്ട്. 1977-81 കാലത്ത് അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ജിമ്മി കാർട്ടർ പല വിഷയങ്ങളിലും സേഗന്റെ അഭിപ്രായം തേടിയതും സേഗൻ നേരിട്ടെത്തി പ്രസിഡന്റുമായിട്ട് അക്കാര്യങ്ങൾ ചർച്ച ചെയ്തതും വൈറ്റ് ഹൗസ് രേഖകളിലുമുണ്ട്. അണ്വായുധ വ്യാപന നിയന്ത്രണം എന്ന വിഷയത്തിൽ കാൾ സേഗനും മുൻ സോവിയറ്റ് യൂണിയൻ പ്രസിഡന്റ് മിഖായിൽ ഗോർബച്ചേവും തമ്മിൽ നടന്ന ചർച്ചകളും ചരിത്രത്തിന്റെ ഭാഗമാണ്. സേഗന് കൈവന്ന ആഗോള പ്രശസ്തി അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരിൽ എല്ലാവർക്കും അത്രയ്ക്ക് അങ്ങോട്ട് രുചിക്കുന്നില്ല. ആ രുചികേട് ഹാർവാർഡിൽ നിന്ന് തന്നെ തുടങ്ങിയിരുന്നു. സേഗൻ ശാസ്ത്രത്തെ വേണ്ടതിലധികം ലളിതവൽക്കരിക്കുന്നു എന്ന് ചിലർ അഭിപ്രായപ്പെട്ടു. അന്യഗ്രഹ ജീവന്റെ സാധ്യത പോലുള്ള കാര്യങ്ങളിൽ സേഗൻ ഒരു തത്വദീക്ഷ്യം കൂടാതെ ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്ന് മറ്റൊരു ആക്ഷേപം. ഓടി നടന്നിങ്ങനെ നാട്ടിലുള്ള സകല TV ഷോകളിലും പങ്കെടുക്കുന്നത് നല്ല ശാസ്ത്രജ്ഞന്മാർക്ക് യോജിച്ചതല്ല എന്നുള്ള അഭിപ്രായക്കാരും കൂട്ടത്തിലുണ്ടായിരുന്നു. വർഷങ്ങളായി ഈ ശുദ്ധ ശാസ്ത്രജ്ഞ സമൂഹം അവർക്ക് ചുറ്റിനും വരഞ്ഞു വെച്ചിട്ടുള്ള ലക്ഷ്മണ രേഖയെ മുൻപിൻ നോക്കാതെ മുറിച്ചു കിടക്കുന്ന സേഗന്റെ ശീലം മറ്റുള്ളവരെ വല്ലാതെ ചൊടിപ്പിച്ചിരുന്നു എന്നർത്ഥം. ഒടുവിൽ ഒരു നാൾ അക്കൂട്ടർ സംഘടിച്ചു. സേഗനെ അങ്ങനെ വിട്ടുകൂടാ എന്ന് അവർ തീരുമാനിച്ചു. 1992 അമേരിക്കൻ നാഷണൽ അക്കാഡമി ഓഫ് സയൻസിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ അവർ കാത്തിരുന്ന് പ്രതികാരം വീട്ടി. നോമിനേഷൻ ലിസ്റ്റിൽ ആദ്യം കാൾ സേഗനും ഇടം പിടിച്ചിരുന്നു. പക്ഷേ സഹശാസ്ത്രജ്ഞരിൽ ചിലർ തന്നെ സേഗനെ നോമിനേറ്റ് ചെയ്യാൻ വിസമ്മതിക്കുന്നു. കാൾ സേഗൻ ഒരു ശാസ്ത്ര പ്രചാരകനായിരിക്കാം, പ്രശസ്തനായിരിക്കാം, പക്ഷേ ഗവേഷണ മേഖലയിൽ വേണ്ടത്ര സംഭാവനകൾ അയാൾ നൽകിയിട്ടില്ല എന്ന് അവർ പ്രഖ്യാപിച്ചു. സേഗനെ പിന്തുണയ്ക്കുന്നവർ മറിച്ചും ശക്തിയുക്തം വാദിച്ചു എങ്കിലും കൂട്ടത്തിലെ യാഥാസ്ഥിതികർ നിർബന്ധ ബുദ്ധിയോടെ പിടിച്ചു നിൽക്കുന്നു. ഒടുവിൽ സേഗൻ അക്കാദമിയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടാതെ പോകുന്നു. ഈ സംഭവത്തെ സേഗൻ കാര്യമായി എടുത്തതായിട്ട് ഭാവിച്ചില്ല എങ്കിലും ആ തിരസ്കാരം കാളിനെ വല്ലാതെ വേദനിപ്പിച്ച ഒന്നായിരുന്നു. അദ്ദേഹത്തെ മനഃപൂർവ്വം നിസ്സാരനാക്കാൻ കരുതിക്കൂട്ടി ചെയ്ത പണിയായിരുന്നു ഈ ഒഴിവാക്കലെന്ന് അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള ആൻഡ്രൂ യാൻ പിന്നീട് വേദനയോടെ ഓർത്തെടുത്തിട്ടുണ്ട്. ഞാനൊരു സോഷ്യലിസ്റ്റ് ആണ് എന്ന് തുറന്നു പറയാൻ ആ ഒരു ചിന്തയുള്ള പല ശാസ്ത്രജ്ഞരും അന്ന് മടിച്ചിരുന്നു. അധികാരവർഗത്തോടുള്ള പേടി തന്നെ പ്രധാന കാരണം. എന്നാൽ സോഷ്യലിസം എന്നത് സമത്വമാണെന്നും അത് അത്ര അപകടകരമോ രാഷ്ട്രവിരുദ്ധമോ ഒന്നും അല്ല എന്നും അവർ ആലോചിക്കുന്നില്ല. അമേരിക്കയിലെ സ്ഥിതി കൂടുതൽ ആശയക്കുഴപ്പമുള്ളതായിരുന്നു. അവിടെ സോഷ്യലിസ്റ്റ് എന്നാൽ സോവിയറ്റ് ചേരിയോട് അനുഭാവമുള്ളയാൾ എന്നായിരുന്നു ഔദ്യോഗിക നിർവചനം. അതിനാൽ സോഷ്യലിസ്റ്റ് ആശയക്കാരായിട്ടുള്ള പലരും അത് തുറന്നു പറഞ്ഞില്ലെങ്കിലും അത്ഭുതപ്പെടാനില്ല. 1989 CNN ചാനലിന്റെ സ്ഥാപകൻ ടെഡ് ടേണർ ഒരു അഭിമുഖത്തിൽ കാൾ സേഗനോട് നിങ്ങളൊരു സോഷ്യലിസ്റ്റ് ആണോ എന്ന് ചോദിക്കുന്നു. അല്ല എന്ന് സേഗൻ പറഞ്ഞില്ല, ആണെന്നും പറഞ്ഞില്ല. പകരം ആ ചോദ്യത്തെ തന്നെ സമർത്ഥമായി ഉപയോഗിച്ച് അദ്ദേഹം തിരിച്ചടിച്ചു. ജനങ്ങളുടെ ജീവിതം സുഗമമാക്കലും പ്രശ്നരഹിതമാക്കലുമാണ് ഗവൺമെന്റിന്റെ ചുമതല എന്ന് ഞാൻ കരുതുന്നു. ധാരാളം രാജ്യങ്ങൾ അത് ചെയ്യുന്നുമുണ്ട്. സമ്പന്ന രാജ്യമായ USA-ക്കും അത് ചെയ്യാൻ കഴിയും. പക്ഷേ അത് ചെയ്യാതിരിക്കാനാണ് ഇവിടുത്തെ ഗവൺമെന്റിന് താല്പര്യം. വീടും കുടിയുമില്ലാത്ത ജനങ്ങൾ ഉണ്ടാകുന്നതിലാണ് അവർക്ക് താല്പര്യമെന്നും അദ്ദേഹം പറഞ്ഞു. തുടർന്ന് അദ്ദേഹം പരാമർശിച്ചത് 1989 ഈ അഭിമുഖം നടന്ന വർഷത്തിലെ ശിശുമരണ നിരക്കിനെ കുറിച്ചാണ്. ശിശുമരണ നിരക്കിൽ USA ലോകത്ത് 19ാം സ്ഥാനത്താണ്. അതായത് മറ്റു 18 രാജ്യങ്ങൾ നമ്മളെക്കാൾ നന്നായി അവരുടെ നാട്ടിലെ കുട്ടികളുടെ ജീവൻ രക്ഷിക്കുന്നുണ്ട് എന്നർത്ഥം. ഇത് എങ്ങനെ സംഭവിക്കുന്നു? നമുക്ക് വേണ്ടത്ര പണമുണ്ട്, പക്ഷെ അത് തെറ്റായ കാര്യങ്ങൾക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് അദ്ദേഹം അടിവരയിട്ട് പറയുന്നു. ഈ അഭിമുഖത്തിൽ തന്നെ USA-യുടെ യുദ്ധഭ്രാന്തിനെതിരെയും സേഗൻ ആഞ്ഞടിക്കുന്നു. നമ്മുടെ നാട്ടിലെ ഏറ്റവും വിഷമം അനുഭവിക്കുന്നവരെ സഹായിക്കാൻ സർക്കാരിന് താല്പര്യമില്ല. പകരം അത്യാധുനിക ആയുധങ്ങൾക്ക് വേണ്ടി ധാരാളം പണം ചെലവാക്കുന്നുമുണ്ട്. സ്റ്റാർ വാർസ് എന്ന പദ്ധതി തന്നെ നോക്കൂ. ഇപ്പോൾ തന്നെ $2 കോടി ചെലവാക്കി കഴിഞ്ഞു. അനുവാദം കിട്ടിയാൽ അവർ $1 ട്രില്യൺ പോലും ഇതിനായി ചെലവാക്കിയെന്നിരിക്കും. നമ്മുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ, ജനങ്ങളെ സ്വന്തം കാലിൽ നിൽക്കാൻ സഹായിക്കാൻ നമുക്ക് പണമില്ല. നമ്മൾ പണം തെറ്റായ കാര്യങ്ങൾക്കാണ് ചെലവാക്കുന്നത് എന്ന് അദ്ദേഹം അടിവരയിട്ട് പറയുന്നു. വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ തന്നെ മറ്റ് ഗ്രഹങ്ങളിലെ ജീവന്റെ സാധ്യതകളെക്കുറിച്ച് ഏറെ താല്പര്യമുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു കാൾ സേഗൻ. 1960കളുടെ തുടക്കത്തിൽ തന്നെ സേഗൻ പറഞ്ഞു വെച്ചത് ഈ പ്രപഞ്ചത്തിൽ ഭൂമിയിലെ പോലെ ജീവൽ സാന്നിധ്യമുള്ള ആവാസ വ്യവസ്ഥകൾ ഏറ്റവും ചുരുങ്ങിയത് 1 മില്യൺ എണ്ണമെങ്കിലും ഉണ്ടാകുമെന്നാണ്. സേഗന്റെ ആ കണക്കുകൂട്ടൽ ശരിയോ തെറ്റോ ആയിരിക്കാം. സേഗൻ ആ വിഷയത്തിൽ കൂടുതൽ ആകൃഷ്ടനായിരുന്നു എന്ന് ചുരുക്കം. ഷിക്കാഗോ സർവകലാശാലയിൽ ഡോക്ടറേറ്റിന് ഗവേഷണം ചെയ്യുമ്പോൾ സേഗൻ അന്വേഷിച്ച വിഷയവും ശുക്രന്റെ മൈക്രോവേവ് പ്രസരണമായിരുന്നു. അക്കാലത്ത് ശാസ്ത്രലോകം കരുതിയിരുന്നത് ശുക്രനിൽ ചൂടും ഈർപ്പവുമുള്ള കാലാവസ്ഥയാണ് എന്നാണ്. പക്ഷേ സേഗന്റെ ഗവേഷണം ശുക്രന്റെ ഉയർന്ന ചൂടും ഹരിതഗ്രഹ പ്രഭാവവും സ്ഥിരീകരിക്കുന്ന ഒന്നായിരുന്നു. പിന്നീട് വന്ന നീറ, വീനസ്, പയനീർ എന്നീ ദൗത്യങ്ങൾ ഇത് സ്ഥിരീകരിക്കുകയുണ്ടായി. അതായത് ശുക്രനിൽ ജീവസാന്നിധ്യം അസംഭവ്യമാണ്. അതായത് ഗവേഷണ കാലഘട്ടത്തിൽ തന്നെ ഭൂമിക്കടുത്തുള്ള ഗ്രഹങ്ങളിൽ ജീവസാന്നിധ്യം ഉണ്ടാകാമെന്ന തന്നെ കണക്കുകൂട്ടലുകളിൽ തെറ്റുപറ്റാമെന്നും സേഗൻ മനസ്സിലാക്കിയിരുന്നു. കോർണൽ സർവകലാശാലയിൽ അദ്ദേഹവും ശിഷ്യന്മാരും നടത്തിയ പരീക്ഷണങ്ങൾ അനുകൂല പരിസ്ഥിതിയിൽ മറ്റ് ഗ്രഹങ്ങളിൽ ജീവന്റെ പ്രാഗ്രൂപങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് തെളിയിച്ചിരുന്നു. ഇതാണ് സേഗനെ SETA അഥവാ സെർച്ച് ഫോർ എക്സ്ട്രാ ടെറസ്ട്രിയൽ ഇന്റലിജൻസുമായിട്ട് കൂടുതൽ അടുപ്പിച്ചത്.
ഭൗമേതര സംസ്കാരങ്ങൾ, പ്രത്യേകിച്ച് സൗരയൂഥത്തിന് പുറത്തുള്ള ജീവസാന്നിധ്യങ്ങൾ ഈ അടുത്ത് ഉണ്ടായി വന്നവയാണ് എങ്കിൽ അവയെ കണ്ടുപിടിക്കാനുള്ള സാധ്യത ഇനി തുലോം തുച്ഛമാണ്. പക്ഷേ അവ ആവിർഭവിച്ചിട്ട് ഏറെക്കാലം ആയിട്ടുണ്ട് എങ്കിൽ അങ്ങനെയുള്ള ആവാസ വ്യവസ്ഥകൾ വളരെയധികം വികസിച്ചിട്ടുമുണ്ടാവും. അവ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടാവാനുള്ള സാധ്യതയും വളരെ വലുതാകും. അതുകൊണ്ട് തന്നെ തേടിച്ചെന്ന് അവയെ കണ്ടുപിടിക്കാനുള്ള സാധ്യതയും കൂടുതലാണ് എന്നതാണ് സെറ്റിയുടെ ആശയ അടിത്തറ. ഭൗമേതര ഗ്രഹങ്ങളിലെ ബുദ്ധിയുള്ള ജീവികളെ തേടൽ എന്നാണ് സെറ്റി എന്ന ചുരുക്കപ്പേരിന്റെ അർത്ഥം തന്നെ. അത്തരം വികസിച്ച ജീവികൾ അയക്കാൻ സാധ്യതയുള്ള റേഡിയോ സിഗ്നലുകൾ കണ്ടെത്തുകയാണ് സെറ്റിയുടെ പ്രധാന പ്രവർത്തന രീതി. ഈ സെറ്റി പ്രൊജക്റ്റിൽ സജീവമായിട്ട് പങ്കുകൊണ്ടിരുന്ന കോർണലിലെ തന്നെ മുൻ ജ്യോതിശാസ്ത്രജ്ഞൻ ഫ്രാങ്ക് ഡ്രേക്ക് സേഗന്റെ സുഹൃത്തായിരുന്നു. ഭൂമിക്ക് പുറത്ത്, അതും സൗരയൂഥത്തിന് പുറത്ത് ആകാശഗംഗയിലോ മറ്റ് ഗാലക്സികളിലോ ഉള്ള ജീവികളെ തേടുക എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രൊജക്റ്റുകൾക്ക് സാമ്പത്തിക പിന്തുണ ലഭിക്കുകയും എളുപ്പമല്ല. എന്നാൽ സേഗൻ ചെയ്തത് തന്റെ പ്രശസ്തി സെറ്റിക്ക് വേണ്ടി സാമ്പത്തിക സഹായം തേടുന്നതിന് ഉപയോഗിക്കുക എന്നതായിരുന്നു. നാസ ആയിരുന്നു സാമ്പത്തിക സഹായം അപ്പോൾ നൽകിക്കൊണ്ടിരുന്നത്. എന്നാൽ അരനൂറ്റാണ്ട് കാലത്തെ ഗവേഷണങ്ങൾക്ക് ശേഷവും ഒന്നും കണ്ടെത്താൻ കഴിയാത്ത സെറ്റി പ്രൊജക്ടിന്റെ ഫണ്ടിംഗ് ഇനി നിർത്തിവെക്കണമെന്ന് അമേരിക്കൻ കോൺഗ്രസിൽ അക്കാലത്ത് നിർദ്ദേശമുയർന്നു. ആ ഒരു ഘട്ടത്തിൽ തന്നെ സെറ്റി നിന്നുപോകുമായിരുന്നു. അവിടെ സേഗൻ ഇടപെട്ടു. സേഗൻ അതുല്യമായിട്ടുള്ള ശാസ്ത്ര പ്രതിഭ ഏതു വാതിലുകളും തുറക്കാൻ കഴിവുറ്റതായിരുന്നു. അദ്ദേഹം അമേരിക്കൻ കോൺഗ്രസിൽ നേരിട്ട് ഹാജരായി ശാസ്ത്ര ഗവേഷണങ്ങളുടെ പ്രാധാന്യവും പ്രശ്നങ്ങളും വിശദീകരിച്ചു. സേഗന്റെ വാദഗതികളിൽ തെളിഞ്ഞു നിന്നിരുന്ന ശാസ്ത്രത്തിലുള്ള അചഞ്ചലമായ വിശ്വാസവും അദ്ദേഹത്തിന്റെ വാക്ചാതുരിയും സെറ്റി പ്രൊജക്ടിനെ ആ ഘട്ടത്തിൽ രക്ഷിക്കുന്നു. കോൺഗ്രസിലെ സെറ്റി വിരുദ്ധർ തൽക്കാലത്തേക്ക് തണുക്കുന്നു. പിന്നീടും സെറ്റി കുറച്ചു കാലം കൂടി നടന്നു പോകുന്നു. പക്ഷേ സേഗന്റെ ജീവിതകാലത്തോ പിന്നീട് അങ്ങോട്ടോ അന്യഗ്രഹ ജീവികളെ കണ്ടെത്താൻ ആ പ്രൊജക്റ്റിൽ സാധിക്കുന്നില്ല. കാൾ സേഗന്റെ പൈതൃകം അദ്ദേഹത്തിന്റെ ശാസ്ത്രീയ സംഭാവനകൾക്കും പ്രവർത്തനങ്ങൾക്കും കഥ പറച്ചിലും അപ്പുറത്തേക്ക് വ്യാപിക്കുന്നതാണ്. 1980 അദ്ദേഹം പ്ലാനറ്ററി സൊസൈറ്റിയുടെ സഹസ്ഥാപകനായി. ബഹിരാകാശ പര്യവേക്ഷണത്തെ പിന്തുണയ്ക്കുന്നതിനുള്ള ഒരു വലിയ പ്ലാറ്റ്ഫോമായിട്ട് ഇന്നത് മാറിയിട്ടുണ്ട്. നാസയുടെ ഡിസ്റ്റിംഗ്വിഷ്ഡ് പബ്ലിക് സർവീസ് മെഡൽ, പുലിറ്റ്സർ സമ്മാനം തുടങ്ങിയ അഭിമാനകരമായിട്ടുള്ള ബഹുമതികൾക്കൊപ്പം അദ്ദേഹത്തിന്റെ വിപ്ലവകരമായ ടെലിവിഷൻ പരമ്പരയായ കോസ്മോസ്, എ പേഴ്സണൽ വോയേജ്, എമ്മി, പീബോഡി അവാർഡുകൾ ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങളും നേടിയിട്ടുണ്ട്. കാൾ സേഗന്റെ എഴുത്തുകളും ചിന്തകളും ഇന്നും നമ്മളെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നു. 1996 ഡിസംബർ 20 കാൾ സേഗൻ നമ്മെ വിട്ടുപിരിഞ്ഞത്. അദ്ദേഹത്തിന്റെ മരണശേഷം ആസ്ട്രോയിഡ് 2709 സേഗൻ എന്ന പേര് നൽകി അദ്ദേഹത്തെ ശാസ്ത്രലോകം ആദരിച്ചു. മരണാനന്തരം കാൾ സേഗൻ ഇൻസ്റ്റിറ്റ്യൂട്ടും സ്ഥാപിക്കപ്പെട്ടു. ഈ മഹാപ്രപഞ്ചത്തെ പര്യവേക്ഷണം ചെയ്യാനും അതിൽ നമ്മുടെ സ്ഥാനം മനസ്സിലാക്കാനുമുള്ള അദ്ദേഹത്തിന്റെ അന്വേഷണം ഈ വഴിക്കെല്ലാം നാം ഏറ്റെടുത്ത് ഇന്നും പിന്തുടർന്നു പോരുന്നു. തലമുറകളായി നമ്മളെ സ്വാധീനിച്ചുകൊണ്ടിരുന്ന ഒരു ബിംബമായി കാൾ സേഗൻ ഇന്നും നിലകൊള്ളുകയാണ്. കാൾ സേഗന്റെ ഒരു ഇന്ത്യൻ കണക്ഷൻ കൂടി പറഞ്ഞു വെച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. അദ്ദേഹത്തിന്റെ വേർപാടിന് 2 ദശാബ്ദങ്ങൾക്ക് ശേഷമാണ് ആ കണക്ഷൻ ഉണ്ടാവുന്നത്. ഇന്ത്യൻ വിദ്യാർത്ഥി നേതാവും ആക്ടിവിസ്റ്റുമായ രോഹിത് വെമുല 2016 അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നതിന് തൊട്ടുമുമ്പായിട്ട് എഴുതിയ ഹൃദയഭേദകമായ കത്തിൽ സേഗനെ കുറിച്ച് പറയുന്നുണ്ട്. കാൾ സേഗനെ പോലെ ഒരു ശാസ്ത്ര എഴുത്തുകാരനും ശാസ്ത്രകാരനും ആകണം എന്നായിരുന്നു തന്റെ ആഗ്രഹം എന്നാണ് രോഹിത് വെമുല ആ കത്തിൽ എഴുതിയത്. തന്റെ അസ്തിത്വത്തിന്റെ സൗന്ദര്യത്തെയും താൻ നേരിട്ട അന്യവൽക്കരണത്തെയും പ്രതീകപ്പെടുത്തി ഈ പ്രപഞ്ചത്തിന്റെ വിശാലതയെയും ഒരു നക്ഷത്രമാകാനുള്ള തന്റെ ആഗ്രഹത്തെക്കുറിച്ചുമൊക്കെ രോഹിത് തന്റെ കത്തിൽ പരാമർശിക്കുന്നുണ്ട്. ജീവിതത്തിന്റെ ഏറ്റവും ഇരുണ്ട നിമിഷങ്ങളിൽ പോലും ജിജ്ഞാസ ഉണർത്താനും ആശ്വാസം നൽകാനുമുള്ള ശാസ്ത്രത്തിന്റെയും തത്വചിന്തയുടെയും സേഗൻ പ്രഭാവത്തിന്റെ ഹൃദയസ്പർശിയായ ഒരു ഓർമ്മപ്പെടുത്തലായി അത് മാറി. മനുഷ്യൻ എത്ര വലിയവനെന്നും എത്ര നിസ്സാരനെന്നും നമുക്ക് ബോധ്യപ്പെടാൻ ശാസ്ത്രത്തിന്റെ തിരിച്ചറിവ് വഴികളാണ് ഏറ്റവും അനുയോജ്യമെന്ന് പറഞ്ഞു തന്ന ഒരു മനുഷ്യനായിരുന്നു കാൾ സേഗൻ. നമ്മുടെ ജിജ്ഞാസയെ, അറിവിനെ പിന്തുടരുക എന്നത് വളരെ ആഴമേറിയതും എന്നാൽ അതേസമയം തന്നെ വളരെ വിനീതവുമായിട്ടുള്ള ഒരു യാത്രയാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ് കാൾ സേഗന്റെ പൈതൃകം. പ്രപഞ്ചത്തെക്കുറിച്ചുള്ള തന്റെ കാവ്യാത്മകമായ ദർശനത്തിലൂടെ ബഹിരാകാശത്തിന്റെ വിശാലത മാത്രമല്ല, സേഗൻ തന്നെ വിശേഷിപ്പിച്ച ഭൂമി എന്ന ആ ഇളനീല ബിന്ദുവിൽ നമ്മുടെ അസ്തിത്വത്തിന്റെ സൗന്ദര്യവും നിസ്സാരതയും അദ്ദേഹം നമുക്ക് വെളിപ്പെടുത്തി. മനുഷ്യൻ അന്യഗ്രഹങ്ങളെയും അറിയാത്ത ലോകങ്ങളെയും നക്ഷത്രങ്ങളെയും ഒക്കെ പര്യവേഷണം ചെയ്യുന്നത് തുടരുന്നിടത്തോളം കാലം നമ്മൾ വീടെന്ന് വിളിക്കുന്ന നമ്മുടെ ഗ്രഹത്തോടുള്ള, നമ്മുടെ സഹജീവികളോടുള്ള നമ്മുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് എപ്പോഴും പരസ്പരം ഓർമ്മിപ്പിക്കണം എന്നുള്ള കാൾ സേഗൻ എന്ന ശാസ്ത്രകാരന്റെ ആഹ്വാനം സ്പേസിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുക തന്നെ ചെയ്യും.